ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥതകളുണ്ട്. അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കുറെ ഗ്രൂപ്പ്സ് ഒന്നും അത് മാറ്റാൻ വിടില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്നിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളൂ. ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങന്മാരെന്ന് പറയുന്ന തലയിൽ തട്ടമിട്ട ഇസ്ലാമിന്റെ വേഷമെന്ന് പറയപ്പെടുന്ന വേഷം ധരിച്ചിട്ട് ചില പെൺകുട്ടികൾ ഇന്ന് ചാനലുകാരോട് പറയുന്ന കണ്ടോ, ഇസ്ലാമിന് മാറ്റമുണ്ടാവണം പോലും, ഇസ്ലാമിന് വലിയ മാറ്റം വേണം അത്രേ, ഇസ്ലാമിന്റെ നിയമ സംഹിതകൾക്ക് മാറ്റം വേണം, കാലോചിതമായിട്ട് അതിൽ മാറ്റത്തിരുത്തലുകൾ വേണം, അതിന്റെ നിയമങ്ങളെ മാറ്റിയെഴുതണം, ഇസ്ലാമിക് ലോയിൽ വലിയ മാറ്റം വേണം അത്ര. ഒരു പെൺകുട്ടി പറയാണ്, ഇതൊക്കെ മാറിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിന് കുടപിടിക്കാൻ കുറെ നിരീശ്വരവാദികളുണ്ട്. ആ പെൺകുട്ടി പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് കണ്ടോ 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 എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസൽമാന്റെ മനസ്സിലേക്ക് അനിസ്ലാമികമായ ചിന്തയിട്ട് കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്ന കുറെ കൂലികളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെമ്മക്കൾ ഇതുപോലെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും ഉമ്മയും വാപ്പയും ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട്, വേണ്ട പോലെ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടാത്തത് കൊണ്ട് കേവലം ഒരു തലമറക്കലാണ് ഇസ്ലാമിന്റെ ചിഹ്നമെന്ന് കരുതിപ്പോയ ആ പാവകൾക്ക് തെറ്റിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിന്റെ നിയമം എവിടെയാണ് മാറുക? ഇസ്ലാമിന്റെ വ്യവസ്ഥിതി എവിടെയാണ് മാറുക? ഇസ്ലാമിന്റെ നിയമ സംഹിത ആർക്കാണ് മാറ്റാൻ കഴിയുക? ലോകാവസാനം വരെ അതിന്റെ നിയമങ്ങൾക്കെതിരെ ആരൊക്കെ കല്ലെറിഞ്ഞാലും, ആരൊക്കെ കാർക്കി ചുരുപ്പിയാലും, ആരൊക്കെ കൂർക്കി വിളിച്ചാലും എന്റെ പ്രിയപ്പെട്ടവര് അതങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പത്തരമാറ്റോടെ എഴുന്നേറ്റ് നിൽക്കുമെന്നതിൽ ഇതുവരെ ചരിത്രം അതിനനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ട് അനുകൂലമായ ചരിത്രം തന്നെ ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും പെമ്മക്കള് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റവന്റെ കൂടെ കറങ്ങി നടക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ചാടിക്കടിക്കാനും ഉല്ലസിക്കാനും ഉന്മേഷയാവാനും കൊതിച്ചിട്ട് ഇസ്ലാമിന്റെ മണ്ടക്കല്ല വരേണ്ടത്. ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാ ചെയ്യേണ്ടത്. അല്ലാതെ ആർക്കും ഇഷ്ടമല്ല. ആർക്കാണ് നിയന്ത്രണം ഇഷ്ടം? ഇന്നത്തെ മക്കൾക്ക് നിയന്ത്രണം ഇഷ്ടമുണ്ടോ? നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പറ്റൂല എന്നൊരു ഉമ്മ പറഞ്ഞാൽ പ്രസവിച്ച ഉമ്മയാണെന്ന് നോക്കാതെ ഉമ്മയുടെ കർണക്കുറ്റക്കടിക്കുന്ന മോളായിരിക്കും ഈ വർത്താനം ചാനലുകാരോട് പറയുന്നത്. വാപ്പ പറയുന്ന മോളോട്, മോളെ നീ ആ കോളേജിൽ ഇനി പോകണ്ട എന്ന് പറഞ്ഞാൽ താൻ തന്റെ പണി നോക്കണോ? ഒരു രാത്രി തനിക്ക് വികാരമുണ്ടായപ്പോ ഒരു സ്ത്രീയുമായി വാരിപ്പുഴന്നപ്പോ ഞാൻ ഉണ്ടായി എന്നതല്ലാതെ എന്റെ മേൽ നിങ്ങൾ അധികാരം പറയാൻ കടന്നു വരണ്ട എന്ന് പറയാൻ മാത്രം ബോധമില്ലാത്തവരായി ഈ പ്രിയപ്പെട്ട മക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ ഇങ്ങനെ പുലമ്പുകയുള്ളൂ പ്രിയപ്പെട്ടവർ. അവർക്കറിയില്ല ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ കുറിച്ച് അവർക്കറിയില്ല, ആശയങ്ങളെ കുറിച്ച് അവർക്കറിയില്ല. നിയന്ത്രണം ഇഷ്ടമല്ല, അങ്ങോട്ട് പോകരുത്, അത് ഹറാമാണെന്ന് പറയുന്ന നിയന്ത്രണം ഇഷ്ടമല്ല. ആർക്കാണ് ഇഷ്ടമല്ലാത്ത? ഒരു ഷുഗർ രോഗി, ഒരു പ്രഷർ രോഗി, ഒരു ഹാർട്ട് കംപ്ലൈന്റ് ആയ രോഗി ഇന്നലെ വരെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആഹാരങ്ങൾ മുഴുവനും ഒരു ഡോക്ടർ അവരോട് പറയാണ്, നിങ്ങൾ നാളെ മുതൽ കഴിച്ചോളാൻ പറഞ്ഞാൽ അയാൾ എന്താ പറയാ? ആ ഡോക്ടർ അടിപൊളിയാണ്, അയാൾ സൂപ്പറാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാം അല്ലെങ്കിൽ നമുക്ക് എന്ത് നിയന്ത്രണമാണ്? എവിടെയും പോകാം, എന്തും ചെയ്യാം, ആരെയും കാണാം, ആരെയും കെട്ടാം, ആരെ കൂടെയും കിടക്കാം, ഏതവന്റെയും ഫുഡ് കഴിക്കാം, എവിടെയും പോകാം. ഹരാമ ഹലാല് ഒന്നുമില്ല. തോന്നിവാസികളെ പോലെ ജീവിക്കാം. പക്ഷെ അത് കഴിയൂല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറാ. ഇഷ്ടമുണ്ടെങ്കിൽ മതി, വേണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ മറ്റേ തിരഞ്ഞെടുത്തോ, ഇവിടെ പരാതിയൊന്നുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് പോകാൻ ഒരു കാരണം, കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുമ്പോഴേ ഉമ്മ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കുഞ്ഞ് കേൾക്കണം. പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയാറുന്നല്ലോ, ഉമ്മച്ചിയുടെ മോൻ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ പറയൂ. അപ്പൊ കുഞ്ഞ് പറയാം അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹിയ. ഇന്ന് ഏത് കുഞ്ഞിനെ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുക? പണ്ടതൊരു അഭിമാനമായിരുന്നു, അതൊരു രസമായിരുന്നു. ഇന്ന് ഏത് വീട്ടിൽ ചെന്നാലും കുഞ്ഞുങ്ങളെവിടെ? മുകളിലത്തെ റൂമില. എന്താ? കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിലെ, ക്യാമ്പസിലെ, സ്കൂളിലെ, മറ്റതാ മറിച്ചതാ. 24 മണിക്കൂറും അതിന്റെ മുമ്പ് ബ്രെയിൻ പണയപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ,